ശ്രീ സോമൻജി പറഞ്ഞ പോലെ തന്നെ ഞാനും ക്ഷമ ചോദിക്കുന്നു. അതുകൊണ്ട് സംസാരിച്ചു പോകുന്നില്ല. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് നേരത്തെ തന്നെ ഉത്തരം പറഞ്ഞു പോകാം. കാരണം കൂടുതൽ എല്ലാവരും നമ്മൾ വീട്ടിയിരിക്കുന്നത് ശരിയല്ല. ഒന്നാമത് വളരെ നീണ്ട ഒരു റോഡ് ഷോ ആയിരുന്നു. എല്ലാവരും അത്യാവശ്യം തളർന്നിട്ടുണ്ട്. അപ്പോ ആദ്യം നന്ദി പറയേണ്ടത് കൊല്ലത്തെ ജില്ലാ നേതൃത്വത്തിനും ഇവിടുത്തെ സംഘപരിവാറിനും ഒപ്പം എല്ലാ പ്രവർത്തകർക്കും. കാരണം ഇത്രയും ആവേശം വളർത്തിയ ഒരു റോഡ് ഷോ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നതും അതിൽ പങ്കെടുക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് വലിയൊരു നന്ദി പറയുന്നു. നേരെ ചോദ്യങ്ങളൊന്നും ചോദിച്ചു എന്തും പറയാം. കൊല്ലം കണ്ടവരില്ല വേണ്ടാവാണല്ലോ. കൊല്ലം കണ്ടപ്പോൾ എന്ത് തോന്നി? അല്ല, അതിന് വളരെ അർത്ഥമുള്ളൊരു വാക്കാണ്. കൊല്ലം കണ്ട ഇല്ല വേണ്ടെന്ന് പറയാൻ വേണ്ട കാരണം ഒരു കാലത്ത് അത്ര സുന്ദരമായിരുന്ന ഒരു പ്രദേശമായിരുന്നു കൊല്ലം. ഈ സംസ്ഥാന രൂപീകരണത്തിന് ശേഷം ഇരു മുന്നണികളും വല്ലാതെ അവഗണിച്ചു കൊല്ലം. ഒരു തരത്തിലുള്ള വികസന പരിപാടികളുമില്ല. എന്നാൽ ആരെങ്കിലും വികസനം കൊണ്ടുവന്നാൽ അത് ഏറ്റെടുക്കാൻ ധാരാളം ആൾക്കാർ. ഇപ്പോ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ റോഡിന്റെ വികസനം എടുക്കുക, നമുക്ക് ഹൈവേ എല്ലാം 40ഓളം വർഷം ഒരു തടസ്സത്തിൽ ചെറിയൊരു കാര്യം പറഞ്ഞ് തടസ്സം വന്നിട്ട് അടച്ചിട്ടിരുന്നു. നമ്മളെല്ലാവരും കണ്ടത്, നമ്മളെല്ലാം അന്ന് കഷ്ടപ്പെട്ട് ഇതിനകത്ത് പോകുന്നു. 2014 ശ്രീ നരേന്ദ്രമോദി ഭരണത്തിൽ വരുന്നു. അതിനുശേഷം ഉണ്ടായ മാറ്റം വാക്കാനല്ല നമ്മൾ കാണാൻ കഴിയുന്നതാണ്. കാരണം ഹൈവേ തുറന്നു കിട്ടി. ഇപ്പൊ രണ്ടാം ഘട്ട വികസനം 4 വരിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം നമ്മൾ കാണുകയാണ്. പക്ഷേ റോഡ് വന്നു കഴിയുമ്പോഴത്തേക്ക് ഇവിടുത്തെ MP പറയുന്നു അവിടെ ബോർഡ് കൊണ്ടുവച്ചിട്ട് ഞാനാണ് കൊണ്ടുവന്നത്. ഇത് ഏത് കൊച്ചുകുട്ടികൾക്ക് അറിയാം. ഇത് കന്യാകുമാരി മുതൽ പനവേൽ വരെ ഉള്ള ഒരു ഹൈവേ ആണ്. അതില് കൊല്ലം MPക്ക് എന്ത് കൊള്ളണം, തിരുവനന്തപുരത്ത് MPക്ക് എന്ത് കൊള്ളണം. ഇത് ഭാരത്മാല പദ്ധതി പ്രകാരമുള്ള റോഡാണ്. അതുകൊണ്ട് കൊല്ലം കണ്ടാൽ ഇല്ലം വേണ്ടെന്ന് പറയുന്ന ആ പഴയ കൊല്ലമാക്കിയെടുക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? കാരണം നരേന്ദ്രമോദി സർക്കാരാണ് ഭരണത്തിൽ വരാൻ പോകുന്നതെന്ന് എല്ലാവർക്കും അറിയാം. തർക്കം ഇത്രേ ഉള്ളൂ, 400 സീറ്റാണോ 400 കൂടുതലാണോ, ഇതിൽ മാത്രമേ തർക്കമുള്ളൂ. അപ്പോ നമ്മൾ ആലോചിക്കാൻ ഇത്രേ ഉള്ളൂ. കൊല്ലത്തെ പ്രിയ സഹോദരങ്ങളോട് ഒരു വിനയപൂർവ്വമുള്ള ഒരു അപേക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യത്തിൽ ഉറപ്പുണ്ട്, ശ്രീ നരേന്ദ്രമോദിയാണ് ഭരണത്തിൽ വരാൻ പോകുന്നത്. വികസനം മുഴുവൻ കൂട്ടുന്നതും നരേന്ദ്രമോദി സർക്കാരാണ്. ഇവിടെ എല്ലാവരും ത്രികോണ മത്സരം എന്നൊക്കെ പറയുന്നത് ആക്ച്വലി ത്രികോണ മത്സരമേ ഇല്ല. ഇവിടെ 2 മുന്നണികൾ തമ്മിലുള്ള മത്സരമാണ്. ഒരു മുന്നണിക്ക് ഇന്ത്യ മുന്നണി നമ്മൾ പേരിട്ടിരിക്കുന്നത്. അത് എല്ലാ വർഷവും ഇലക്ഷന് മുമ്പ് കുറെ പേരിന്റെ കൈ പൊക്കി പിടിച്ചൊരു മുന്നണി ഉണ്ടാകും. ആ മുന്നണി വരികയും ചെയ്യും, പൊട്ടിപ്പോവുകയും ചെയ്യും. പക്ഷേ ഈ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞ ആ മുന്നണിക്കകത്തെ 2 പാർട്ടികളാണ് RSPയും അപ്പുറത്തേക്ക് മുകേഷിയുടെ പാർട്ടിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇവര് കേരളത്തിൽ ഒരു നാടകം കളിക്കും. ഈ 2 പേരോട് ചോദിക്കൂ, മുകേഷോട് ചോദിക്കും, നിങ്ങൾ ആരാ പ്രധാനമന്ത്രി വരേണ്ടത്? അദ്ദേഹം രാഹുൽ. അപ്പുറത്ത് നമ്മള് ശ്രീ പ്രേമേന്ദ്രജിയോട് ചോദിക്കൂ, ആരാണ് നിങ്ങൾക്ക് പ്രധാനമന്ത്രി ആവേണ്ടത്? അതും രാഹുൽ ഗാന്ധി. പിന്നെ നിങ്ങൾ തന്നെ മത്സരിക്കുന്നേ, നിങ്ങൾ തമ്മിൽ ഒരു ധാരണയാവും ആദ്യം. ഇപ്പുറത്ത് ഞങ്ങൾക്ക് ഒരു ഉറപ്പുണ്ട് ആരാണ് പ്രധാനമന്ത്രി ആവാൻ പോകുന്നത്. അപ്പൊ പ്രധാനമന്ത്രി വന്നതിന് ശേഷമുള്ള വികസനം നമ്മൾ കണ്ടു കഴിഞ്ഞു. പ്രധാനമന്ത്രി വീണ്ടും ഭരണത്തിൽ വരാൻ പോകും. അപ്പൊ കൊല്ലത്തിന് വികസനം വേണമെങ്കിൽ ഏത് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണം? സിമ്പിൾ ക്വസ്റ്റ്യൻ. അതുകൊണ്ട് വിനയപൂർവ്വം ഒരു അഭ്യർത്ഥന എന്ന് വെച്ചാൽ ഒരു അട്ടിമറി വിജയം എന്നൊക്കെ പറയുന്ന പോലെ ഇവിടുത്തെ ജനങ്ങളൊന്ന് ചിന്തിക്കൂ. നിങ്ങൾ ഈ 10-60 കൊല്ലമായിട്ട് ചതിക്കുന്ന വഞ്ചിക്കുന്ന ഈ 2 മുന്നണികളെ നമ്മൾ തൂത്തെറിഞ്ഞിട്ട് നരേന്ദ്രമോദിക്ക് അദ്ദേഹത്തിന്റെ കരങ്ങൾക്ക് ശക്തി പകരാനായി അദ്ദേഹത്തിന്റെ പാർട്ടി നിയോഗിച്ചിരിക്കുന്ന എന്നെ വിജയിപ്പിക്കണമെന്ന് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഒരു ഉറപ്പുണ്ട് തരാം, മോഡിയുടെ ഗ്യാരണ്ടി കൂടെയുണ്ട് കൃഷ്ണകുമാർ. ഒരു സ്ഥാനാർത്ഥി പറയുന്നു, നിങ്ങളുടെ സുഹൃത്തായ സ്ഥാനാർത്ഥി പറയുന്നു, ഞാൻ ചെയ്ത വികസനങ്ങൾ വീമ്പ് പറയുകയല്ല, തൊട്ട് കാണിക്കാൻ തയ്യാറാണ്, എന്റെ കാറിൽ എന്റെ ചെലവിൽ തൊട്ട് കാണിക്കാൻ തയ്യാറാണെന്നാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി പറയുന്നത്. പക്ഷേ യുഡിഎഫ് സ്ഥാനാർത്ഥി പറയുന്നത് കാണുന്നതെല്ലാം കായംകുളം മുതൽ ഇങ്ങോട്ട് കാണുന്ന തിരുവനന്തപുരം ബോർഡർ വരെ കാണുന്നതെല്ലാം താൻ നടത്തിയ വികസനമാണെന്നാണ് ഈ 2 ആൾക്കാർ പറയുന്നത്. ഒരാൾ തൊട്ട് കാണിക്കുന്നു, ഒരാൾ ചൂണ്ടിക്കാണിക്കുന്നു ഈ വികസനങ്ങൾ. കൊല്ലത്ത് ഇപ്പം വന്നതാണെങ്കിൽ കണ്ടു എങ്ങനെ ഒരു വികസനങ്ങൾ. ഒരു ഇപ്പോൾ ഓലയിൽക്കടവ് പാലത്തിനെ കുറിച്ച് പറയുമ്പോൾ ഒരു വികസനമാണ്. മുകേഷ് ഉണ്ടാക്കിയ ഒരു പാലം തുറന്നു കൊടുത്തിട്ടില്ല, 1.5 കൊല്ലമായി അങ്ങനെ കിടക്കുക, അത് തുറന്നു കൊടുത്തില്ല. അത്തരം ഒരു വികസനമാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനത്തെ വികസനമാണ് കൃഷ്ണകുമാർജിയുടെ ഒരു ഐഡിയ തോട്ട്. നമ്മൾ എപ്പോഴും കാണേണ്ടത് വെച്ചാൽ വരുന്ന തലമുറ, അതായത് യുവാക്കൾ എന്ന് പറയും. നമ്മൾ ഒരു കാലത്ത് യുവാക്കളായിരുന്നു, വളരെയധികം സ്വപ്നങ്ങളുമായിട്ട് ജീവിച്ചത്. നമ്മുടെ സ്വപ്നങ്ങൾ ഒന്നും നടക്കാതെ പോയി. ഈ വരുന്ന തലമുറയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ നമ്മൾ ദീർഘവീക്ഷണത്തോടെ വേണം ചെയ്യാൻ. ശ്രീ നരേന്ദ്രമോദി വീണ്ടും അദ്ദേഹത്തിലോട്ട് വരാൻ കാര്യം, നമ്മുടെ രാജ്യത്ത് പൊള്ളയായ വാഗ്ദാനങ്ങൾ കൊണ്ട് മാത്രം നമ്മൾ സുഖിച്ച് ജീവിച്ചവരാണ്. ആദ്യമായിട്ട് നമ്മൾ പലതും കാണുകയാണ്. ഇപ്പൊ റോഡായിക്കോട്ടെ,
റെയിൽവേ സ്റ്റേഷൻ, കൊല്ലം റെയിൽവേ സ്റ്റേഷൻ എല്ലാവർക്കും അറിയാം 378 കോടി രൂപ മുതൽ മുടക്കുള്ള ഒരു പുത്തൻ വികസിത റെയിൽവേ സ്റ്റേഷൻ വരാൻ പോകുന്നു. അപ്പോഴും ഇവിടുത്തെ എം പി പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ MP ഫണ്ടിൽ നിന്ന്. എല്ലാവർക്കും ഒരു MP ഒരു കൊല്ലത്തിൽ 5 കോടി രൂപയുള്ളൂ MP ഫണ്ട്. ഈ 383 കോടി എവിടെ ചെലവാക്കും? വളരെ സിമ്പിളായ കാര്യങ്ങളാണ്, അധികം നമ്മൾ ചിന്തിക്കൊന്നും വേണ്ട. ഇത് ഏത് മേഖലയിലും നമുക്ക് വികസനം കൊണ്ടുവരണം പറയാൻ കഴിയും. നമ്മുടെ എന്റെ അച്ഛനമ്മ അവരെല്ലാവരും ഭൂമിയിൽ നിന്ന് കടന്നുപോയി, ഒന്നും അനുഭവിക്കാൻ പറ്റാത്ത സന്തോഷം നരകം അനുഭവിച്ച് കടന്നുപോയത്. ഇപ്പൊ നമ്മൾ ഇവിടെ ദുരിതം അനുഭവിക്കുകയാണ് ഈ ഇടതുമുന്നണിയുടെ ഭരണത്തിൽ. ഇതിനൊരു മോചനം എങ്ങനെയാണ്? വളരെ സിമ്പിൾ. യുവാക്കൾക്ക് നല്ല തൊഴിൽ, നല്ല എല്ലാ അവസരവും ഇവിടെ കൊടുക്കണം. ഇതെന്ത് പറ്റുന്നു? ഇവിടെ ഒന്നും കിട്ടാതെ ഇവിടെ യുവാക്കൾ മുഴുവൻ കടന്നു പോകുന്നു നമ്മുടെ രാജ്യത്ത്. അപ്പൊ അവരെ പിടിച്ചു നിർത്താൻ എന്തൊക്കെയാണ് അവരുടെ ആവശ്യം? യുവാക്കളുമായി നമ്മൾ ഇന്ററാക്ഷൻ നടത്തണം. ഓരോ ഗ്രൂപ്പിനും ചോദിക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. കാരണം നമ്മൾ അത് കടന്നു വന്നിരിക്കുന്നത് നമുക്ക് ചിലപ്പോൾ കയ്യിൽ വക്കിയില്ല. അപ്പൊ അവരുമായി നമ്മൾ ഇടപെടലിയിട്ട് അവർക്ക് എന്തൊക്കെയാണ് ആവശ്യം, അവർ വരും തലമുറയ്ക്ക് നല്ലൊരു ഭാരതം, നല്ലൊരു കേരളം, നല്ലൊരു കൊല്ലം കൊടുക്കണം. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും, ഇവിടുത്തെ നമ്മുടെ സമ്മതിദായകരോട് എനിക്ക് ഒറ്റ വിനീതമായ അഭിപ്രായം, കൊല്ലം എനിക്ക് 5 കൊല്ലം തരണം. രണ്ട് താരങ്ങളുള്ള ഏക മണ്ഡലമായിരിക്കും ഒരുപക്ഷെ കൊല്ലം. രണ്ട് സിനിമാ താരങ്ങളുണ്ടോ? ഓൾറെഡി മറ്റെവിടെയും സിനിമാ താരങ്ങളില്ല എന്ന് എനിക്ക് തോന്നുന്നു. രണ്ട് താരങ്ങളാണ്. അത് അമ്മ സംഘടനയിലുള്ള താരങ്ങളുടെ എങ്ങനെയായിരിക്കും ഒരു സഹപ്രവർത്തകൻ, രാഷ്ട്രീയം മാറ്റി വെച്ചുകൊണ്ട് സഹപ്രവർത്തകനെ ഫേസ് ചെയ്യാൻ പോകുന്നത് മത്സരത്തിൽ? സിനിമയിലാണ് നമുക്ക് ഒരു സഹപ്രവർത്തനം നടത്താം. ഇവിടെ എന്തായാലും പറ്റത്തില്ല. കാരണം ആശയപരമായ രണ്ടും ലെഫ്റ്റും റൈറ്റുമാണ് നമ്മൾ. മാത്രമല്ല നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്, കേരളത്തിൽ മാത്രം നിൽക്കുന്ന ഒരു പാർട്ടി ഇവരെ ജയിപ്പിച്ചു വിട്ടിട്ട് നമുക്ക് എന്താണ് പ്രയോജനം എന്ന് എല്ലാവരും ഒന്ന് ആലോചിച്ചാൽ മാത്രം മതി. കാരണം ഇനി ഇവർക്ക് 11 സീറ്റ് കേരളത്തിൽ ഇന്ത്യയിൽ ഒന്നാമത് കിട്ടിയില്ലെങ്കിൽ ഈ പാർട്ടിക്ക് ചിഹ്നം പോലില്ല. പിന്നെ ഷട്ടിലോ ടെലിവിഷനോ എന്നൊക്കെ പറഞ്ഞ് നിൽക്കണം. അതായത് അസ്തമനത്തിന്റെ വക്കിൽ നിൽക്കുന്ന ഒരു പാർട്ടി നമ്മൾ എന്തിനെ തിരഞ്ഞെടുക്കണം? അതുകൊണ്ട് ആ ഒരു പാർട്ടിയെ പറ്റി ഇവിടെ നമ്മൾ സംസാരിക്കേണ്ട കാര്യം പോലില്ല, അപ്രസക്തമാണ്. അതുകൊണ്ടാണ് അവരെ പൊട്ടി നിൽക്കുന്നത് ഇന്ത്യ മുന്നണിയിൽ. ഈ ഇന്ത്യ മുന്നണിയിലെ പ്രേമചന്ദ്രന്റെ പാർട്ടി ഇവിടെ ഇരുന്ന് മുഖ്യമന്ത്രിയെ തെറി പറയും. ഇവര് അങ്ങോട്ട് വെസ്റ്റ് ബംഗാളിലോ ത്രിപുരയിൽ എത്തിക്കഴിഞ്ഞാൽ ഇവർ ആ പാർട്ടിയുടെ കൂടെ ഇരിക്കുന്നേ. ഈ RSP എന്ന് പറഞ്ഞാൽ ഫോർവേഡ് ബ്ലോക്ക്, RSP, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതെല്ലാം ചേർന്നിരിക്കുന്നേ. അപ്പൊ ഇത് കേരളത്തിനകത്ത് മാത്രമേ അഡ്ജസ്റ്റ്മെന്റ്, കേരളത്തിലെ ഒന്നാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്, ഇതൊരു വലിയ കള്ളത്തരമാണ് ഈ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ തുറന്ന് കാട്ടുക, ജനങ്ങളുടെ ഇടയിൽ യുവാക്കളോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. നിങ്ങളുടെ അടുത്ത 5 വർഷം അല്ല പോകുന്നത്. ഈ അടുത്ത 5 വർഷത്തിൽ ഇവർ ഉണ്ടാക്കുന്ന നാശം 50 കൊല്ലം നമ്മൾ സഹിക്കേണ്ടി വരും. അതുകൊണ്ട് ഇടതു മുന്നണിയും കോൺഗ്രസും കൂടി ചേർന്ന് UDF കൂടി ചേർന്നുള്ള മുന്നണിയായ ഇന്ത്യ മുന്നണിയെ നമ്മൾ എടുത്ത് കളയുക. BJPയുടെ സ്ഥാനാർത്ഥികളെ, NDA സ്ഥാനാർത്ഥികളെ 20 സ്ഥാനങ്ങളിലും വിജയിപ്പിക്കുക, 20 മണ്ഡലങ്ങളിൽ. അതിൽ മാത്രമാണ് കേരളത്തിന്റെ വികസനത്തിന് ഏക പോംവഴി. മതേതരത്വം ഒരുപോലെ കൊണ്ടുപോകുക എന്നുള്ളതാണ് ലക്ഷ്യം. പക്ഷേ BJP കേന്ദ്രത്തിൽ അങ്ങനെയല്ല, ഹിന്ദുത്വ രാജ്യമാക്കി മാറ്റുവാനാണ് ശ്രമം എന്ന് ആണ്. അതാണ് അവരുടെ ഒരു രാഷ്ട്രീയ ആയുധം. നമ്മൾ ആദ്യമേ മനസ്സിലാക്കുന്നത്, നമ്മളതിനെ ഹിന്ദു രാജ്യം ആക്കാൻ പോകുന്നത്, കാരണം ഇതൊരു ഹിന്ദു ഭൂരിപക്ഷമുള്ള രാജ്യമാണ്. അതിനെ ആക്കാനുള്ള കാര്യമൊന്നുമില്ല. നമ്മുടെ ഹിന്ദു രാഷ്ട്രത്തിന്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരോടും ഒരു വിവേചനമില്ല. നമ്മൾ എല്ലാവരെയും സ്വീകരിക്കുക മാത്രം ചെയ്തിട്ടുള്ള രാജ്യമാണ്. ഇതിൽ ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ള രാജ്യമായതുകൊണ്ടല്ലേ ഇവിടെ എല്ലാ മതസ്ഥരും സുരക്ഷിതമായി കഴിയുന്നു. വേറെ ഏതെങ്കിലും രാജ്യത്ത് കഴിയാൻ പറ്റും. ഇന്ത്യക്കും പാകിസ്ഥാനും രണ്ടും വിഭജിച്ച് കഴിഞ്ഞ സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം പാകിസ്ഥാനിൽ എത്ര ഹിന്ദുക്കളുണ്ടായിരുന്നു, ഇന്ന് അവിടെ എത്ര ഹിന്ദുക്കളുണ്ട്? ഇവിടെ എത്ര മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു, ഇന്ന് അവിടെ എത്രയാണ്? ആർക്കെങ്കിലും എന്തെങ്കിലും ഭീഷണിയുണ്ടോ? പറഞ്ഞവരെ നറേറ്റീവ്സ് ഉണ്ടാക്കുന്നത് ഏറ്റവും സുരക്ഷിതമായി എല്ലാവർക്കും ഒരുമിച്ച് കഴിയാൻ പറ്റുന്ന ഒരേ ഒരു രാജ്യം ഭാരതമാണ്. രാമക്ഷേത്ര നിർമ്മാണത്തിനെതിരെയൊക്കെ കേരളത്തിൽ വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങളൊക്കെ കണ്ടതാണ്. അത് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിനെ കാര്യമായി ബാധിക്കും. അല്ല, രാമക്ഷേത്രമൊക്കെ ചർച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ അതെപ്പോഴും BJP ഗുണമോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ക്ഷേത്രം കിട്ടുന്നതിന് എന്താ എത്രയോ മസ്ജിദുകൾ കിട്ടുന്നു, എത്രയോ ക്രിസ്ത്യൻ പള്ളികൾ കിട്ടുന്നു, ആരാധനാലയങ്ങൾ കിട്ടുന്നു. ആർക്കും ഒരു വിരോധമുണ്ടോ? ഞാൻ പോകാറുണ്ട്, നമുക്ക് എവിടെ വേണം പോകാറുണ്ട്. അതുപോലെ രാമന്റെ ജനന സ്ഥലമായ അയോധ്യ അതൊരു വികാരമാണ്. അത് നമ്മൾ പിടിച്ചെടുത്തതൊന്നുമല്ല. 500 വർഷത്തെ നിയമ പോരാട്ടത്തിന് ശേഷം നിയമപരമായി നമ്മൾ നേടിയെടുത്തിട്ട് ക്ഷേത്രം കിട്ടി. അതും പൊതുജനങ്ങളുടെ പണത്തിലാണ് കിട്ടുന്നത്. ആ ട്രസ്റ്റ് കിട്ടിയതാണ്. ഇനിയും ക്ഷേത്രങ്ങൾ കിട്ടാം, ഇനിയും മസ്ജിദുകൾ കിട്ടാം. ആരും എതിർക്കുന്നില്ല. ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമാണ്, ജനാധിപത്യ രാജ്യമാണ്. പ്രചരണത്തിന് ഇനി കേന്ദ്ര
നേതാക്കളാരെങ്കിലും എത്തുമോ? അമിത്ഷാ, പ്രധാനമന്ത്രി, അങ്ങനെ ആരെങ്കിലും ഒക്കെ? നമ്മളെല്ലാവരുടെ ആഗ്രഹമാണല്ലോ. എപ്പോഴും നമുക്ക് നമ്മൾ ആലോചിക്കുന്ന വെച്ചാൽ കേന്ദ്രത്തിൽ നിന്നുള്ള ഏറ്റവും ഉയർന്ന നേതാക്കൾ നമ്മൾ പ്രധാനമന്ത്രി മോഡിജി തന്നെ ആദ്യം ആലോചിക്കും. അവിടെ നിന്ന് എല്ലാ മന്ത്രിമാരും വന്നാലും നമുക്ക് സന്തോഷം. പക്ഷെ ബഹുഭൂരിപക്ഷം പേരും ഇലക്ഷന്റെ തെരഞ്ഞെടുപ്പിന്റെ തിരക്കിലായിരിക്കും. അപ്പൊ നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കുന്നതേക്ക് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, പ്രധാനമന്ത്രി വരും. ബാക്കിയുള്ള ഒരു കാര്യം നമുക്ക് ചോദിച്ചു വരും. ഈ 4 സ്ഥലങ്ങളിൽ വരാൻ വേണ്ടി വീണ്ടും അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് കൊല്ലമാണ്. സ്വാഭാവികം വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. നടന്മാരാരെങ്കിലും വരും? താരങ്ങളായതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി അത്ര വ്യക്തമായിട്ട് അറിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ നടന്മാർക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെയൊക്കെ തൊഴിലൊരു പ്രശ്നമാണ്. കാരണം നമ്മള് കലാകാരന്മാർ കല മാത്രം ചെയ്തു പോവുക. കലയില് രാഷ്ട്രീയം വരുമ്പോൾ എനിക്കൊക്കെ ഉണ്ടായ ബുദ്ധിമുട്ടും എന്റെ കാര്യം പോട്ടെ, നമ്മളൊരു ചെറിയ നടനാണ്. സുരേഷനൊക്കെ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചു. അപ്പോ ഇതെല്ലാം കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും അവരുടെ തൊഴിൽ ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് ആരെങ്കിലും സ്വയം തോന്നി വരികയാണെങ്കിൽ വളരെ സന്തോഷം. ഞാൻ ആ കാര്യം നിർബന്ധിക്കുക. കാരണം അവരുടെ അന്നത്തിൽ നമ്മള് മൺമരിയുടെ താല്പര്യപ്പെടുന്നു. വളരെ സന്തോഷം, നന്ദി. വളരെ നേരം കാത്തു നിർത്തി അതിനുള്ള ക്ഷമയും ചോദിക്കുന്നു. പ്രചാരണത്തില് ഇപ്പം പ്രഖ്യാപനം വൈകിക്കൊണ്ട് തന്നെ കുറച്ച് മക്കളുടെ മുന്നിൽ പ്രചാരണം ഒരുപാട് മുന്നേറി കഴിഞ്ഞു. അപ്പൊ അതെങ്ങനെ നമുക്ക് മുന്നേറാം, അങ്ങനെ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഇങ്ങനെ ഒരു ഓട്ടം ചെയ്യാൻ, അല്ലെ അവർക്ക് ഒപ്പം എത്താൻ ഒരുപാട് ദിവസം മുമ്പേ തുടങ്ങി. പഴയ ചൊല്ലുണ്ടല്ലോ, ലേറ്റാ വന്നാലും ലേറ്റസ്റ്റാ വരണം. അതിനുവേണ്ടി ജില്ലാ നേതൃത്വം ഇന്ന് അതിനുവേണ്ടി വേണ്ട തയ്യാറെടുപ്പാണ് നടത്തിയത്. അതിനൊക്കെ പുറമെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ ദൂരദർശനില് നിങ്ങളെ പോലെ അന്ന് ഇങ്ങനത്തെ ക്യാമറ പോലെ നമുക്ക് വലിയ ക്യാമറ ഒരു മൈക്കുമായിട്ട് നടന്ന ഒരാൾ തന്നെയാണ്. അപ്പൊ അന്ന് ആകെ ഒരു ചാനലിലൂടെ മാത്രമാണ് നമ്മൾ കാര്യങ്ങൾ നടത്തുന്നത്. അപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് നടത്തി വരിക, പോസ്റ്റർ ഒട്ടിക്കുക, ആൾക്കാരോട് എത്തിക്കുക. ഇന്ന് ഏകദേശം 25ഓളം പ്രധാന മുഖ്യധാര ചാനലുകൾ തന്നെ കേരളത്തിലുണ്ട്. അപ്പൊ നിങ്ങൾ തന്നെ ഇപ്പോ എന്റെ വാർത്ത എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം തന്നെ നന്ദി പറയട്ടെ. അപ്പോ ഇതിനുശേഷം സോഷ്യൽ മീഡിയ ഉണ്ട്, ഡിജിറ്റൽ മീഡിയ വിപ്ലവം മോഡിജി ഗ്രാമങ്ങളിൽ വരെ എത്തിച്ചിരിക്കുന്നത്. അതായത് ഏത് കൊച്ചു കുഞ്ഞിന്റെയും ഒരു മൊബൈൽ ഫോൺ ഇരിക്കുക, നമുക്ക് ഏത് വിവരം ഒരു സെക്കൻഡ് കൊണ്ട് എത്തിക്കാം. നമുക്കൊരു 20-25 ദിവസം ഉണ്ടെങ്കിൽ ഏത് ലോക്സഭയിലും ഏത് ഉൾപ്രദേശത്ത് വരെ നമുക്ക് ഒരു സ്ഥാനാർത്ഥിയുടെ എല്ലാ വിവരങ്ങളും എത്തിക്കാൻ. അതുകൊണ്ട് ഒരിക്കലും നമ്മളെ ലേറ്റ് ആയിട്ടില്ല. നമുക്കിപ്പോഴും കുറച്ച് അധിക ദിവസം ഉണ്ടെന്നുള്ളതാണ് എന്റെ സംശയം. പുതിയ എന്തെങ്കിലും പ്രചരണ തന്ത്രങ്ങളുണ്ടോ? എന്തോ പുതിയ എന്തെങ്കിലും പ്രചരണ തന്ത്രങ്ങളുടെ ഐഡിയ? നമ്മളത് തന്ത്രം എപ്പോഴും വേണം. ഒരു ഇലക്ഷൻ ആണെങ്കിൽ യുദ്ധമാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ തവണ പ്രയോഗിച്ചത് ഇപ്പൊ വരുന്നത്. അപ്പൊ തന്ത്രം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തന്ത്രം പൊടിയും. ശത്രു അറിയാതെ വേണമല്ലോ നമ്മൾ തന്ത്രം പണിയാൻ. അപ്പുറത്തും തന്ത്രങ്ങൾ പണിഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ നമ്മൾ തന്ത്രങ്ങളെ പറ്റി പറയാതിരിക്കും. എപ്പോഴും യങ്സ്റ്റേഴ്സ് മാത്രമല്ല, നമ്മുടെ യങ്സ്റ്റേഴ്സിനെ ഫോക്കസ് ചെയ്യുന്ന വരും തലമുറയ്ക്ക് എന്ത് ചെയ്യണം. പക്ഷേ ഇന്ന് പ്രായമായ വലിയൊരു വിഭാഗം ജനങ്ങളുണ്ട്. അവർക്ക് കഷ്ടപ്പാടിലൂടെ കടന്നു പോകുന്ന അവരുടെ വെൽഫെയറിന് എന്ത് ചെയ്യാമെന്ന് നമ്മൾ കാര്യമായി ചിന്തിക്കേണ്ടിയിരിക്കും. കാരണം മക്കളെ പറയുമ്പോഴും അവരുടെ ജീവിത രീതി വെച്ച് അവർക്ക് ഇവരെ നോക്കാൻ കഴിയുന്നില്ല. വൃദ്ധസദനങ്ങൾ വളരെയേണ്ടി വരും. നമ്മൾ കുറ്റം പറയും. പക്ഷെ നമ്മളതേ അവസ്ഥ വരുമ്പോൾ നമ്മളും അങ്ങനെയൊക്കെ തന്നെ കാണുന്നത്. അപ്പൊ അവർക്ക് ഏറ്റവും നല്ല വെൽഫെയർ സ്കീമുകൾ, സുരക്ഷിതമായ ജീവിതം, സന്ധ്യസമയത്ത് ജീവിതത്തിന്റെ അത് നേടിക്കൊടുക്കാനുള്ള ഇത് നോക്കണം. പിന്നെ വളരെയധികം സംഭവങ്ങൾ നമുക്കിന്ന് ജീവിതശൈലി രോഗങ്ങൾ ധാരാളം വന്നുകൊണ്ടിരിക്കുക. ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ ഒരു ക്യാൻസർ രോഗി എന്ന് നേരിട്ടുള്ളത്. ഇതെല്ലാം നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ആശുപത്രി സൗകര്യങ്ങൾ, മരുന്നുകളുടെ വില കുറയ്ക്കുക. ഇപ്പോൾ ജൻ ഔഷധി ശ്രീ നരേന്ദ്രമോദി കൊണ്ടുവന്നതിന്റെ പ്രധാന കാര്യം തന്നെ ജനങ്ങൾക്ക് ഇത് താങ്ങാനാവുന്നില്ല മരുന്നുകളുടെ വില. അപ്പൊ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക, കഷ്ടപ്പാടുകൾ പരമാവധി കുറയ്ക്കാൻ നോക്കുക. ഇത്തരം കാര്യങ്ങൾ വേണം നമ്മൾ നോക്കാൻ. ജനങ്ങളുടെ ജീവിതം കുറച്ച് ഈസി ആക്കി കൊടുക്കാൻ എന്തൊക്കെ ചെയ്യാമോ അതിന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കണം. ഈ വരുന്ന ഇലക്ഷൻ തന്നെ പരമാവധി നമ്മൾ സ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോൾ ആൾക്കാരിൽ നിന്നും നമ്മൾ അഭിപ്രായങ്ങൾ എടുക്കുക. എന്തൊക്കെയാണ് ഓരോ സ്ഥലങ്ങളിൽ വേണ്ടത്, അതനുസരിച്ച് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ പലരും ക്രെഡിറ്റ് തട്ടിയെടുക്കുന്നുണ്ട്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അല്ല, തോന്നലല്ലോ, നമ്മൾ കാണുന്നതല്ലേ, സത്യാവസ്ഥയല്ലേ. അത് ഇവിടെ മാത്രമല്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ല, റോഡ് കന്യാകുമാരി നിന്ന് പൻവേൽ വരെ കേന്ദ്രത്തിന്റെ സാഗർമാല പദ്ധതിയിൽ വരുന്നതാണ്. സാഗർമാലയല്ല, ഭാരത്മാല പദ്ധതി. അപ്പോ അങ്ങനെ പറയുകയാണെങ്കിൽ ശശി തരൂർ പറയുന്നത് ഞാനാണ് തിരുവനന്തപുരത്ത് റോഡ് കിട്ടിയത്, അടൂർ പ്രകാശ് ഒരു ആറ്റിയിൽ പുള്ളിയാണ്, ഇവിടെ ഒരാൾ പറയും ഇവിടെയാണ്. അപ്പൊ എല്ലാവരും കൂടി ഇന്ന് തുണ്ടുതുണ്ടായിട്ടാണെങ്കിൽ നല്ല പരിപാടിയാണല്ലോ, റോഡ് ഒരിക്കലും തീരത്തില്ല. ഇത് കേന്ദ്രത്തിന്റെ പദ്ധതി. അത് മാത്രമല്ല, ഇതിന്റെ പണവും എല്ലാം കേന്ദ്രം തന്നെയാണ്. നമ്മളത് ഞാൻ വീഡിയോ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ശ്രീ നിതിൻ ഗഡ്കരി പറയുന്നത് കേരളത്തിൽ 1 കിലോമീറ്റർ ഹൈവേ ഉണ്ടാക്കാൻ 100 കോടി രൂപയാണ്. അതില് സംസ്ഥാന സർക്കാരിന്റെ 1 രൂപ പോലും ഇല്ല. അതിന് റെക്കോർഡുണ്ട് പാർലമെന്റിൽ. ഞാൻ പറയുന്നതാണ്. അതുകൊണ്ട് വികസനം ആര് ചെയ്യുന്നു ഇന്ന് എല്ലാവർക്കും പാർലമെന്റിലെത്തിയാൽ
കൊല്ലത്തിന് വേണ്ടി എന്തായിരിക്കും ആദ്യം? ഇവിടെ ഭയങ്കര പൊതുവെ നമുക്ക് തള്ളി മറിച്ചു കളയും. ഇലക്ഷൻ സമയത്താണ് കൊടുത്തു വാഗ്ദാനത്തിൽ മയങ്ങിപ്പോകും. കാരണം തിരുവനന്തപുരത്തൊക്കെ പറഞ്ഞ ബാഴ്സലോണ ആക്കിക്കളെന്ന് പറഞ്ഞു. ബാഴ്സലോണ പോയിട്ട് നമുക്ക് തിരുവനന്തപുരത്തിൽ നിന്ന് വൃത്തിയാക്കി വെച്ചാൽ മതി. അവിടെ തള്ളിന്റെ കാലം കഴിഞ്ഞു. ഇന്നത്തെ ആൾക്കാർക്ക് എല്ലാം അറിയാം. പറഞ്ഞു തുടങ്ങുമ്പോഴേ അവർ പറയും അത് ചിരിച്ചു തുടങ്ങും. അപ്പൊ നമ്മള് പ്രായോഗികമായി എന്ത് ചെയ്യാൻ പറ്റുന്നത് നമ്മളൊരു പഠനം നടത്തിയിട്ട് കൃത്യമായി കൊടുക്കണം. ഫോർ എക്സാമ്പിൾ വലിയ തുറ മിനി ഫിഷിംഗ് ഹാർബർ ഒരു 45 കൊല്ലത്തെ അവരുടെ ഒരു ആവശ്യമുണ്ടായിരുന്നു തീരദേശ വാസി. ഇപ്പോ 2021 ഏപ്രിൽ 2 ശ്രീ നരേന്ദ്രമോദി ഇലക്ഷൻ ക്യാമ്പയിനോട്ട് വന്നപ്പോൾ ഞാൻ അതൊരു പത്രം കൊടുത്തു അദ്ദേഹം. അപ്പൊ നമ്മുടെ സാധാരണ ഒരു നിവേദനം കൊടുത്താൽ എന്താ സംഭവിക്കുന്നത്? അത് വാങ്ങിച്ച് ചവിട്ടോട്ടേക്ക് പോകും. പക്ഷെ അവിടെ ഗ്രീൻ റൂമിൽ അദ്ദേഹം പോകുന്നതിന് മുമ്പ് സംസാരിക്കുന്നു. 24 മണിക്കൂറിനകത്ത് ശ്രീ പ്രഹ്ലാദ് ജോഷി, ശ്രീ മുരളീധരൻ ഈ രണ്ടുപേരെയും അവിടെ വലിയ തോതിലോട്ട് അയക്കുന്നു, റിപ്പോർട്ട് തയ്യാറാക്കുന്നു, കേന്ദ്രത്തിലയക്കുന്നു. ശ്രീ നരേന്ദ്രമോദി വീണ്ടും അവിടെ പോയി കണ്ടപ്പോൾ അദ്ദേഹം വർഷോത്തം രൂപയിലേക്ക് കാണാൻ വേണ്ടി ഫിഷറീസ് മിനിസ്റ്റർ അദ്ദേഹത്തെ പോയി കണ്ടപ്പോൾ അവിടെ നെയ്മുരുകൻ അയക്കുന്നു, 30 സുഹൃത്തുക്കളുമായിട്ട് സംസാരിക്കുന്നു. ഇതെല്ലാം നീക്കി അവസാനം വന്നപ്പോൾ സ്ഥലത്തിന്റെ പ്രശ്നമുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ കയ്യിലാണ് സ്ഥലം. അപ്പോൾ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ പോയി കണ്ടു. നല്ല മീറ്റിംഗ് ആയിരുന്നു. പക്ഷേ അവർ ഒരു തുണ്ട് ഭൂമിയും തന്നിട്ടില്ല. ഇന്നും അത് സ്റ്റക്കായി കിടക്കും. അപ്പൊ എന്താ പ്രശ്നം വെച്ചാൽ നമുക്ക് പലതും ചെയ്യാം. അപ്പൊ നമ്മളുടെ കൊല്ലത്തിപ്പോ പ്രചരണത്തിന് സഹപ്രവർത്തകരോട് നീങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ഓരോ ഏരിയയിലെ പ്രശ്നങ്ങൾ മനസ്സിലാവും. നമ്മൾ കൃത്യമായി എടുത്ത് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഏത് ഇപ്പൊ തന്നെ ഇവിടെ പോർട്ടുണ്ട്, വിഴിഞ്ഞ പോർട്ട് ഭയങ്കരമായിട്ട് ഡെവലപ്പ് ആവുക. അപ്പൊ അതിനൊരു സപ്പോർട്ടിംഗ് പോർട്ടായിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇവിടെ ഏറ്റവും നല്ല കനകാട് കിടക്കുന്നു, അഷ്ടമുടിക്കായൽ കിടക്കുന്നു, പിന്നെ സുന്ദരമായ മരങ്ങൾ കിടക്കുന്നു, പുനലൂരിന്റെ അപ്പുറത്തോട്ട് കടത്തീരം കിടക്കുന്നു. ടൂറിസത്തിന് ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? അസാധ്യമായ സാധ്യതകളല്ല, അനന്തമായ സാധ്യതകൾ. അതുകൊണ്ട് നമ്മൾ ഓരോ മേഖലയും പഠിച്ചിട്ട് നമ്മൾ റിപ്പോർട്ട് കൊടുത്തിട്ട് നമുക്ക് വരും കാലത്ത് അത് ജയിച്ചോ ജയിച്ചിരുന്ന ഒരു പ്രശ്നമേ ഇല്ല. എന്നാൽ തിരുവനന്തപുരത്ത് ഞാൻ തോറ്റൊരാളാണ്, എനിക്ക് സ്ഥാനമാനമൊന്നുമില്ല. പക്ഷെ ഓരോ പൗരനും ഒരു കടമയുണ്ട്, നമുക്കത് ചെയ്യാൻ പറ്റും. ഒരിക്കൽ കൂടി